ഇങ്ങോട്ട് നോക്കാൻ. ഞാൻ കോടതിയിലേക്ക് പോവാ. അയവാച്ചൻ വന്നാ ഇവിടെ കയറി ഇരിക്കാൻ പറയണം. ഞാനൊരു 12 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരും. അതിന്റെ ഇടയ്ക്ക് യമകണ്ഠ കുറിപ്പിനെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കളയരുത്. ഏത് യമകണ്ഠ കുറിപ്പ്? നിനക്ക് 1 ലക്ഷം രൂപ തരാനുള്ള. ഓ, യമകണ്ഠ കുറിപ്പ്. ഈ അയവാച്ചൻ കേസ് വന്നേ പിന്നെ എന്റെ തലയ്ക്കകത്തൊന്നുമില്ല. അതെനിക്ക് നേരത്തെ അറിയാം, നിന്റെ തലയ്ക്കകത്തൊന്നുമില്ല. ഗുമസ്തനില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്. ചാത്തനിക്ക് വന്നേ. ഇതാ സൈക്കിൾ ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഇതിനെ ഇത് കണ്ട ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമില്ല. നന്നാക്കിയിട്ട് അവിടെ വെച്ചാൽ മതി. ഞാൻ കോടതിയിൽ നിന്ന് വരുമ്പോ എടുത്തോണ്ട് വന്നോളാം. ആയിക്കോട്ടെ, മറക്കരുത്. സുശീല, ഇന്ന് നിന്റെ കേസിന്റെ വിധി വല്ലതും ഉണ്ടോ? എന്തിനാ? അല്ല, ഇവിടുന്ന് മാറി നിൽക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല, ഇന്നില്ല. അപ്പൊ നാളെ എന്താ? നാളെ ഇല്ല. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ഒന്ന് പോടോ. അയ്യോ, ജെട്ടിയിട്ടില്ല. ഇനിയിപ്പോ സമയമില്ല. ആരറിയാനാ? ഒരു കാര്യത്തിന് പോകുമ്പോ പുറക്കേന്ന് വിളിക്കാടോ. കോണ്ട് എനിക്ക് ബ്രേക്ക് അല്ല, എന്റെ സൈക്കിളിൽ ബ്രേക്ക് ഇല്ലേ? എന്താ വട്ടാണോ? ഗുരുവായൂരപ്പാ ഭഗവാനെ. അയ്യോ, എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്? വേദന കൊണ്ടാണ് സിസ്റ്റർ. കിടക്ക, ഇഞ്ചക്ഷൻ എടുക്കട്ടെ. കയ്യിലല്ല, കമന്ന് കിടക്ക്. കുഞ്ഞുനാൾ മുതലേ കയ്യിലാണ് ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത്. കമന്ന് കിടക്കല്ലേ പറഞ്ഞത്? അതല്ല, വേറെ കാര്യമുണ്ട്. പാന്റ് താഴ്ത്ത്. ജെട്ടി എങ്ങനെ പറയാ? ധൃതിയില് മറന്നുപോയതാ. എന്റെ പേര് രാധിക തമ്പി. ഇരിക്കൂ. ഒരിക്കൽ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. താങ്ക്സ്. അന്നൊരു വാക്കുപോലും പറയാൻ പറ്റാതെ ഞാൻ പോയതിൽ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. അയ്യേ, ഞാൻ രാധികയെ തെറ്റിദ്ധരിക്കുക? എന്താ ഇത്? അന്ന് അവർ വളരെയധികം ഉപദ്രവിച്ചു അല്ലേ? ആ 5 പേരും ഇതേ ഹോസ്പിറ്റലിൽ ഇതേ വാർഡിൽ 5 ദിവസം ചികിത്സയിൽ കഴിഞ്ഞിട്ടാണ് പോയത്. ചെറുപ്പത്തിലെ കുങ്ഫിയും കുൽഫിയൊക്കെ പഠിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുഗ്രഹമായി. ഇതിനു മുമ്പ് എത്രയോ തവണ എത്രയോ സുന്ദരി പെൺകുട്ടികളെ എത്രയോ വില്ലന്മാരിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കുന്നു. അവരോട് ആരോടും തോന്നാത്ത ഒരു പ്രത്യേക എന്തോ, യെസ്, അത് തന്നെയാണ് എനിക്ക് കുട്ടിയോട് തോന്നിയത്. അതുകൊണ്ട് പറയുക, രാധികയുടെ ജീവന് ഭീഷണിയുണ്ട്, സൂക്ഷിക്കണം. രക്ഷിക്കാനായി എപ്പോഴും ഹരി കൂടെ ഉണ്ടായിരുന്നു വരില്ല. അതാരാ? ഏത് ഹരി? ഞാൻ തന്നെ, ഹരിചന്ദ്രൻ. MA LLB. LLM-ന് അഡ്മിഷൻ കിട്ടിയതാ, പക്ഷെ പോയില്ല. ദിസ് ഇസ് മൈ കാർഡ്. ഹരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കണ്ട. ഓക്കെ? ഹരി പറഞ്ഞ നുണക്കഥയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യു. വിചാരിച്ച പോലെ അല്ലല്ലോ. എന്താണത്? എന്ത് പറ്റി? ഉളുക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. നല്ല വേദന. ഗോവിന്ദൻ പറഞ്ഞത് 100-150 രൂപയെങ്കിലും ചെലവാകുന്ന. രക്തം, കഫം, മലം, മൂത്രം എല്ലാം കൂടെ പരിശോധിച്ച് വരുമ്പോ ഒരു നല്ല തുകയാവും. അട്ടെ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഇന്ന് തന്നെ പോകാൻ പറ്റുമോ? ഡോക്ടറോ? ഏത് ഡോക്ടർ? നീ ഇപ്പൊ പറഞ്ഞില്ലേ, ഡോക്ടർ ഗോവിന്ദൻ പറഞ്ഞു 100-150 രൂപയാവും. എടാ കൊശവ, ഞാൻ സൈക്കിൾ കടയിലെ ഗോവിന്ദന്റെ കാര്യമാണ് പറഞ്ഞത്. സൈക്കിൾ നന്നാക്കാൻ 100-150 രൂപയെങ്കിലും ചെലവാകുന്നു. ഓഹോ, ആത്മാർത്ഥ സുഹൃത്ത് ഒടിഞ്ഞു പറഞ്ഞ് ആശുപത്രി കിടക്കുമ്പോ സൈക്കിളിന്റെ പണിക്കൂലിയാണല്ലേ നിനക്ക് വലുത്? 1-2 സൈക്കിൾ എനിക്കൊരു പ്രശ്നമല്ലേ? എനിക്ക് പ്രശ്നമാണ്. പെട്ടിക്കകത്ത് 10,000 രൂപ വെച്ച് പൂട്ടിയിട്ടുണ്ടല്ലോ. എടുത്തു കൊടുത്ത് സൈക്കിൾ നന്നാക്ക്, ഹോസ്പിറ്റലിലെ ബില്ലും തീർക്ക്. നിന്റെ ബാല മനസ്സാണ്.
പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകുന്ന വാർത്തയൊന്നും പറയരുതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നിൽ നിന്നും ഞാൻ ആ രഹസ്യം ഒളിച്ചു വെച്ചത്. ഏത് രഹസ്യം? നിനക്ക് ഫീൽ ചെയ്യരുത്. വേഗം പറഞ്ഞു തൊലക്കടാ. എന്റെ 10,000 രൂപ പോക്കറ്റ് അടിച്ചു പോയി. നീ അത് പെട്ടിക്കകത്തല്ലേ വെച്ച് പൂട്ടിയിരുന്നത്? അതെ, പെട്ടിക്കകത്തൊന്നും പോക്കറ്റ് അടിച്ചു പോയി. എന്തൊരു സ്പീഡ്. മതി മതി, ഇവിടെ നിർത്ത്. നോക്കി ഇറങ്ങാം, അവിടെ ഇവിടെ തട്ടി സെപ്റ്റിക് ആവണ്ട. അയ്യവാച്ച, ആ ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു. നിങ്ങൾ എവിടെ പോയി രണ്ടാളും? ഞാനേ ഇദ്ദേഹത്തിന്റെ പണയം വെച്ച ജീവിതം ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാ. ഓ സോറി. അട്ടെ, എന്തായി കൊഴിഞ്ഞാമ്പാറ പ്രശ്നം? നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ. ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ചേട്ടാ, മുങ്ങും തോറും പൊങ്ങും, പൊങ്ങും തോറും മുങ്ങും. അതാണ് ജീവിതം. ചേട്ടന് പൊങ്ങണോ? എന്നാ മുങ്ങണം. റോസി, ഇവിടെ ആരും കാണില്ലല്ലോ. കള്ളന്മാര് മുഴുവൻ എടുത്തുകൊണ്ട് പോയി അറിയില്ലല്ലോ. റോസി, വരുന്നു. ഇരിക്കടോ. ഇവിടെ വാ. ദേ, ഇതാണ് സുശീലൻ വക്കീല്. നമസ്കാരം. ഇത് ഹരിചന്ദ്രൻ. നമസ്കാരം. നീ പോയി ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. ആ. ദേ, എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, ഇവളുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര രുചിയാ. അതല്ലേ ഞാൻ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്. നിങ്ങൾ കാപ്പി കുടിച്ചിട്ടേ പോവോ കേട്ടോ. അവരുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ കാപ്പി കുടിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ ദേ പട വന്നല്ലോ. ഇനി വന്നേ, ചോദിക്കട്ടെ, മോളുടെ പേരെന്താ? കൊള്ളാലോ. അപ്പൊ സ്കൂളിലെ സാറന്മാർക്കൊക്കെ മോളെ സാറേന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ഇയാളുടെ പേരെന്താ? സണ്ണി. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ കഴിഞ്ഞ പോലെ 7ാം ക്ലാസ്സിലായിരുന്നിരിക്കും അല്ലേ? 6ാം ക്ലാസ്സിൽ. അച്ചാച്ചന്റെ പേരെന്തുവാ? എന്റെ പേര് ഹരിചന്ദ്രൻ. അച്ചാച്ചന്റെ കഥയൊക്കെ എനിക്കറിയാം. അതെങ്ങനെ? കഴിഞ്ഞ ചിത്രകഥയിൽ അച്ചാച്ചന്റെ കഥയായിരുന്നു ഹരിചന്ദ്രൻ. മോളെ, അത് ഈ അച്ചാച്ചന്റെ കഥയല്ല. ഈ അച്ചാച്ചന്റെ കഥയുടെ പേര് ഹനുമാൻ. ഇവൾക്ക് ആരെങ്കിലും ഒന്ന് കിട്ടിയാ മതി, പിന്നെ തുടങ്ങിക്കോളും. കഥയായി, കളിയായി, ബഹളായി. അത് റൂസിഡിയാ. പക്ഷെ ഇവൻ അങ്ങനെയല്ല. അവിടെ വാടാ. പതുക്കെ നടക്കണ കണ്ട, ഇവൻ സ്വല്പം ആർത്ത. കളിയും ചിരിയൊക്കെ സ്വല്പം കുറവാ. എന്റെ കുണമാണെന്നാ റോസി പറയണേ. ഇവരൊക്കെ ആരാടാ? ഇതെന്റെ മോനും അത് മോളും. അതല്ല, അപ്പുറത്തിരിക്കുന്നത്. അതെന്റെ കൂട്ടുകാരാ. അകത്തൊരുത്തിയുടെ ഇഴക്കവും ചാട്ടവും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന്. ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ആരുടെ? അമ്മച്ചിയുടെ. അമ്മ ദിവസം പള്ളിയിൽ പോവും. അമ്മായിയമ്മ എങ്ങനെ ഇരിക്കണെന്ന് എന്റെ അമ്മയെ കണ്ടു പഠിച്ചാ മതി. മഹാത്മാഗാന്ധി ആണെങ്കിലും ആ വടിയെടുത്ത് അപ്പടിക്കും. മതി മതി, ആഹാരം റെഡിയില്ല. ഇയാളെന്ത് പട്ടിണി കിടന്ന പോലെ ഓടണേ? ഭയങ്കര വിശപ്പായിരിക്കല്ലേ? വിശപ്പല്ല, ആക്രാന്തം.